ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അമ്മേ, ജോസ് അതിന് ജയിലിലല്ലേ? അല്ലടാ, അവൻ ഒരു 10-20 ദിവസത്തേക്ക് പരോളിന് ഇറങ്ങിയിട്ടുണ്ട്. നീ അവനെ വിളിക്ക്. അവനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറ. എന്താ അമ്മ ഞാൻ പറയണ്ടേ? ഒരാളെ തീർക്കാനുണ്ടെന്നങ്ങ് പറ. അമ്മേ, ഈശ്വര, ഞാൻ പെട്ടല്ലോ. ഇനി ഞാൻ ഇവരുടെ മുന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എന്താ അവിടെ പ്രശ്നം? എന്താ ജോത്സരെ? രാജു, എന്നെ മാഡവും ദീപക് സാറും പിടിച്ചു നിർത്തിയിരിക്കുക. ആ, അത് പിടിച്ചു നിർത്തിയതേ ഞങ്ങൾക്ക് വേറൊരു കാര്യത്തിന് സമയം കുറിക്കാനാ. അതിന്റെ കാര്യം കൂടി ജോത്സിനെ ഏൽപ്പിക്കാനാ. അല്ല, നിനക്കെന്താ ഇവിടെ കാര്യം? നീ നിന്റെ പണി നോക്ക് രാജു. ആണോ ജോത്സരെ? അംബിക മാഡം പറഞ്ഞതുപോലെയാണോ? അതേന്ന് അമ്മ പറഞ്ഞില്ലേ? നീ എന്താ അമ്മയെ ക്രോസ് വിസ്താരം ചെയ്യുവാണോ? ഞാൻ നിങ്ങളോടല്ല, ജോത്സരോടാണ് ചോദിച്ചത്. എന്താ പ്രശ്നമെന്ന് രാജുവിന് അറിയാലോ. അംബിക മാഡവും ദീപക് സാറും എന്നെ പിടിച്ചു നിർത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. എന്താ അംബിക മാഡം ഇത്? ഇപ്പോഴും പഴയ കാലമാണെന്ന് ഓർത്തോണ്ടിരിക്കണോ? കാലം മാറി. നിങ്ങള് അമ്മയും മകനും ഒന്ന് കുറച്ച് മാറാൻ നോക്ക്. രാജു, നീ എന്നെ ഉപദേശിക്കാൻ ആളായിട്ടില്ല. അതിന് നീ ആളാകുമ്പോ ഞാൻ പറയാം. ഞാൻ ആളായിട്ടുണ്ടോ ഇല്ലയെന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അംബിക മാഡം ഒരു കാര്യം മനസ്സിലാക്കണം. കാവില് വർമ്മ സാറ് വിചാരിച്ചതുപോലെ തന്നെ ഉത്സവം നടക്കും. എല്ലാ ചടങ്ങുകളും യാതൊരു മുടക്കവും ഇല്ലാതെ തന്നെ അവിടെ നടന്നിരിക്കും. അത് പറയുന്നത് ഈ രാജുവാ. വർമ്മ സാറ് ഈ വീട്ടില് പല ഫംഗ്ഷൻസും പ്ലാൻ ചെയ്തപ്പോഴും അതെല്ലാം മുടങ്ങിപ്പോയതിന്റെ പേരില് വർമ്മ സാറിന് വളരെ വിഷമം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ അതുണ്ടാവരുതെന്ന് എനിക്ക് വാശിയുണ്ട്. അതുകൊണ്ട് അംബിക മാഡം നോക്കിക്കോ. നിങ്ങൾ അമ്മയും മോനും എന്തൊക്കെ ശ്രമിച്ചാലും വർമ്മ സാറിന്റെ സന്തോഷത്തിന് വേണ്ടി എന്ത് എതിർപ്പ് വന്നാലും എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും ഈ ചടങ്ങ് നടക്കും. അതിന് ഈ ചടങ്ങ് എന്താണെന്ന് നിനക്കറിയോ രാജു? എന്തായാലും കുടുംബത്തിന് ക്ഷേമം ഉണ്ടാവുന്ന ചടങ്ങാണല്ലോ കുടുംബകാവില് സാധാരണ നടത്താറുള്ളത്. അതിനേക്കാൾ കൂടുതലായൊന്നും അറിയേണ്ടതില്ലല്ലോ. അല്ലടാ, അതിനേക്കാൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. ഉത്സവത്തിന് ഒരു പ്രത്യേക ചടങ്ങ് നടക്കുന്നുണ്ട്. ഉത്സവമാവുമ്പോ പ്രത്യേക പല ചടങ്ങുകളും നടക്കും. ജോത്സരെ ചെല്ല്. ഓ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിച്ചിരിക്കാൻ സമയമില്ല. എനിക്ക് ഒരുപാട് ജോലികളുള്ളതാ. ജോത്സരെ, നിങ്ങൾ ചെല്ല്. ആ ഉടവാൾ ചടങ്ങിന്റെ കാര്യം ഞാനൊന്ന് പറയാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴേക്കും അവൻ എടുത്തു ചാടി അകത്തേക്ക് കേറിപ്പോയി. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കെ, നമുക്ക് വഴിയുണ്ടാക്കാം. അമ്മേ, അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവൾക്ക് എവിടെ നിന്നാണ് ഇത്രയും ധൈര്യം? ആ രാജുവിനെ കണ്ടിട്ടോ, അതോ ശേഖരൻ അമ്മാവനെ യാമിനി അമ്മായും കണ്ടിട്ടോ? ഇനി അതോ അവളുടെ അമ്മ കെട്ടിയെടുത്തിട്ടുണ്ടെന്നുള്ള ധൈര്യത്തിലോ? എന്താണെങ്കിലും അവളുടെ തിളപ്പുണ്ടല്ലോ അമ്മേ, അതങ്ങ് തീർത്തു കൊടുക്കണം. ഇപ്പൊ തന്നെ അവളുടെ റൂമിൽ ചെന്ന് വലിച്ചിറക്കി 4 തല്ല് വെച്ചു കൊടുക്കാൻ എനിക്ക് തോന്നുന്നേ. ദീപകേ, നീ സമാധാനപ്പെട്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ദേഷ്യം വരുമ്പോ നീ കൺട്രോൾ ചെയ്യാൻ പഠിക്കണോന്ന്? പിന്നെ കൺട്രോൾ ചെയ്തു. ആകെപ്പാടെ ഒരു പെൻസിലിന്റെ അത്രേ ഉള്ളൂ. എന്നിട്ട് അവളുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാലോ, നമ്മുടെ രണ്ടുപേരെയും പ്ലാനുകളെല്ലാം തകർത്ത് കളയുന്നല്ലേ അവള് പറഞ്ഞത്. അവള് തകർക്കുന്നത് എനിക്കൊന്ന് കാണണമേ. അത് തന്നെയാടാ ഞാനും പറഞ്ഞത്. അവൾ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നടക്കും. പക്ഷെ എങ്ങനെയാണമ്മേ? എന്താ അമ്മ ചെയ്യണ്ടേ? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. ദീപകേ, നീ ആദ്യം ഫോണൊന്ന് എടുക്ക. എന്നിട്ട് നമ്മുടെ ആ കാടൻ ജോസിനെ ഒന്ന് വിളിക്ക. അമ്മേ, ജോസ് അതിന് ജയിലിലല്ലേ? അല്ലടാ, അവൻ ഒരു 10-20 ദിവസത്തേക്ക് പരോളിന് ഇറങ്ങിയിട്ടുണ്ട്. നീ അവനെ വിളിക്ക്.
അവനെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറ. എന്താ അമ്മേ ഞാൻ പറയണ്ടേ? ഒരാളെ തീർക്കാനുണ്ടെന്നങ്ങ് പറ. അമ്മേ, രാജുവിനെ? അതേടാ, സമയവും സന്ദർഭവും എല്ലാം ഞാൻ പറയുമ്പോ നീ അവനെ അറിയിക്കണം. നീ ആദ്യം എത്രയാ വേണ്ടേന്ന് ചോദിച്ച് വില ഉറപ്പിക്കേ. ശരി അമ്മേ. ആഹാ, ദീപക് സാറിന്റെ കോളാണല്ലോ. വെറുതെ ആയിരിക്കില്ല. ചില്ലറ തടയുന്ന കാര്യമല്ലേ, എടുക്കാം. ഹലോ ദീപക് സാറേ. ആ ജോസേ, എവിടെ? ഞാൻ ഇവിടെ തുരുത്തിലുണ്ട്. ജോസേ, ഒരു സഹായം വേണമല്ലോ. എന്താ ദീപക് സാറേ? സാറ് പറഞ്ഞ ഞാൻ ചെയ്യില്ലേ? എടാ, കുറച്ച് വലിയ പണിയാ. പണി എന്താണെന്ന് സാറ് പറ. പുഷ്പം പോലെ ഞാൻ ചെയ്തു തരില്ലേ? പണി ചെയ്താൽ മാത്രം പോരാ, ചെയ്തതാരാണെന്ന് ഏൽക്കുകയും കൂടി വേണം. ഏൽക്കുകയും വേണോ അല്ലേ? കുഴപ്പമില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു പയ്യനെ ഏൽപ്പിക്കാം. പക്ഷെ ചില്ലറ കുറച്ചധികം ചെലവാവേ. ഹ, അത് സാരല്ലടാ. കാശ് എത്ര വേണമെങ്കിലും ഞാൻ തരാം. എത്ര തരും? ജോസ് പറയുന്ന എമൗണ്ട് എത്രയാണോ അത് തന്നിരിക്കും. പക്ഷെ ഇരു ചെവി അറിയാതെ കാര്യം നടക്കണം. ഇതിൽ ഞാനും അമ്മ ഇടപെട്ടിട്ടുണ്ടെന്ന് ആരും അറിയാനും പാടില്ല. ആ, അത് നിങ്ങൾ ജോസിന് വിട്ടേക്ക്. ജോസ് ചെയ്തോളാം. എങ്കിൽ നമുക്ക് നേരിക്കണ്ട് എമൗണ്ടിന്റെ കാര്യം സംസാരിക്കാം. ആളെ ഞാൻ കാണിച്ചു തരാം. ശരി ദീപക് സാറേ, അങ്ങനെ ആവട്ടെ. കൊള്ളാലോ, കിടിലം കോളാ. ജോസേ, നിന്റെ സമയം ഏതായാലും കൊള്ളാം. ഏതായാലും പിള്ളേരെല്ലാം വിളിച്ചു കൂട്ടാം. അമ്മേ, സംഗതി ഓക്കെ. ഋതിക മാഡം, മാഡം സമയമായി. ഇങ്ങനെ എന്നാ ശരിയാവില്ല. അതെ, ഇത് എന്റെ ക്ഷേത്രത്തിലെ കാവിലെ ഉത്സവം. അപ്പൊ പിന്നെ ഞാനൊരുങ്ങാതെ പിന്നെ ആരൊരുങ്ങാന്? ഓ ശരി, അങ്ങനെ ആവട്ടെ. പിന്നെ മാഡം, ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ, വർമ്മ സാറിന്റെ സന്തോഷത്തിന് വേണ്ടി വർമ്മ സാറ് വിഷമിക്കണ്ടെന്ന് ഓർത്ത് മാത്രമാ ഞാനിതെല്ലാം ഏറ്റെടുക്കുന്നത്. നമ്മൾ രണ്ടും ഒരുമിച്ച് നിന്നിട്ടുള്ള കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എന്റെ പൊന്നു രാജു, അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? രാജു സമാധാനായിട്ടൊന്ന് വന്നേ. ഹ, അതിന് മാഡം ഒന്ന് ഒരുങ്ങി വരണ്ടേ? ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. രാജു വാ. ആ മോനെ, ഇതെന്തിനാമേ? ഇതേ എന്റെ ഒരു നേർച്ചയാ. മോളുടെ കുടുംബക്ഷേത്ര കാവിലേക്ക് ഒരു മാല ഞാൻ നേർന്നിരുന്നു. ശരി, എന്നാ നമുക്ക് ഇറങ്ങാം. അതിന് നിന്റെ ചേച്ചി ഒരുങ്ങി ഇറങ്ങി വരണ്ടേ? പണ്ട് നിന്റെ ചേച്ചിയെക്കാളും വലിയ ഒരുക്കക്കാരിയായിരുന്നു നിന്റെ അമ്മ.